ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. നമ്മുടെ സെൻറ്റ് ബേസിൽ ഇടവക രൂപീകൃതമായിട്ട് 15 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഇടവകയുടെ പേരിൽ ഇറക്കുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ച് മുന്നോട്ട് പോവുകയാണ്. വിശ്വാസത്തെപ്പറ്റിയും ദൈവവചനങ്ങളെപ്പറ്റിയും ബേസിൽ ഇടവകയെപ്പറ്റിയുമൊക്കെയും കൂടുതൽ അറിയുവാൻ തക്കവണ്ണം ഈ യൂട്യൂബ് ചാനലിൽ കൂടി സാധിക്കുന്നതാണ്. കർത്താവിൻ്റെ ശിഷ്യനായ മർത്തോമാ ശ്ലീഹ AD 52 ഇന്ത്യയിൽ കടന്നു വരികയും മലങ്കര ഓർത്തഡോക്സ് സഭ സ്ഥാപിക്കുകയും അതിനുശേഷം അനേക ജനസമൂഹങ്ങൾ ഇന്ത്യക്ക് വെളിയിലേക്ക് താമസം മാറിയതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയുടെ വെളിയിൽ അനേക ദേവാലയങ്ങൾ ഓർത്തഡോക്സ് സഭയ്ക്ക് സ്ഥാപിക്കേണ്ടതായി വന്നു. അതിൻ്റെ ഭാഗമായി കുവൈറ്റിൽ സ്ഥാപിതമായ ഓർത്തഡോക്സ് വിശ്വാസികളുടെ കൂട്ടായ്മ 2011 ഒക്ടോബർ മാസം 2-ാം തീയതി സെൻറ്റ് ബേസിൽ എന്ന നാമകരണത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കുകയും ആ ദേവാലയം വളരെ ഭംഗിയായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് 15 വർഷം പിന്നിടുകയും ചെയ്തിരിക്കുകയാണ്. വിശ്വാസം, അതോടൊപ്പം തന്നെ ദൈവവചനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നിവയിൽ മുഖ്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ക്രിസ്തു ജൂബിലിയുമായിട്ട് ബന്ധപ്പെടുത്തി അനേക ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു ഭവനം നിർമ്മിച്ച് നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ദൈവം സഹായിക്കുവാണെങ്കിൽ ജനുവരി മാസം 19-ാം തീയതി സുൽത്താൻ ബത്തേരിയിൽ ഭദ്രാസനത്തിൽപ്പെട്ട ഒരു നിർധനായ കുടുംബത്തിന് ആ ഭവനം കൈമാറുന്നതാണ്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആത്മീയ സംഘടനകളുടെ അതീവമായ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൽ ഏകദേശം 200ഓളം കുഞ്ഞുങ്ങൾ ആ പ്രസ്ഥാനത്തിൽ കൂടി വിശ്വാസം പഠിച്ച് സഭയുടെ മുതൽക്കൂട്ടാക്കി തീർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മർത്തമറിയ സമാജം എല്ലാ ദിവസങ്ങളിലും കൂടുകയും എല്ലാ ആഴ്ചകളിലും കൂടുകയും പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് വിശ്വാസത്തെപ്പറ്റിയും ദൈവവചനത്തെപ്പറ്റിയും കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇടവകയുടെ യുവജന പ്രസ്ഥാന അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും OCIMൻ്റെ പ്രവർത്തനക്കാർ അതിൽ പങ്കാളികളാകുകയും അതിന് വേണ്ടുന്ന രീതിയിലുള്ള പങ്കാളിത്തം അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ജോസഫ് സ്റ്റുഡൻസ് തങ്ങളുടെ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ 7-ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായി ജോസഫ് അംഗങ്ങളാക്കുകയും അവരെ കൂടുതൽ സഭയുടെ വിശ്വാസത്തെപ്പറ്റിയും ദൈവവചനത്തെപ്പറ്റിയും ഒക്കെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം മുന്നോട്ട് കടന്നു വന്ന് ഇരിക്കുകയുമാണ്. അങ്ങനെ ആമോസിൻ്റെ പ്രവർത്തകരെ മധുവായിൽ ശുശ്രൂഷകരെ തക്കവണ്ണം അവരെയും പരിശീലിപ്പിക്കുവാനും ആമോസിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇടവക ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ ആത്മീയ സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ പാടവത്തിൽ കൂടി മുന്നോട്ട് പോകുന്നു. ഇടവകയിലെ കുവൈറ്റിലെ മറ്റുള്ള ഓർത്തഡോക്സ് സഭകളുടെ ഇടവകളിൽ ഏറ്റവും മഹത്തരമായ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ തന്നെ നിൽക്കുവാൻ തക്കവണ്ണം ഈ ഇടവക ശ്രമിക്കുന്നുമുണ്ട്. ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ വലിയ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയായ ഒരു കാര്യമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെയും ഇടവകയെ കാത്തുപരിപാലിക്കുന്ന വലിയൊരു ദൈവം ഉണ്ട് എന്ന തിരിച്ചറിവ് ഈ ഇടവകയ്ക്ക് എപ്പോഴുമുണ്ട്. ഈ ഇടവക രൂപീകൃതമായപ്പോൾ അതിന് കൽപ്പന തന്ന് രൂപീകൃതമാക്കിയ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ദിവനാസുസ് തിരുമനസിനെയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഇടവക മെത്രാപ്പൊലിത്തയായിരിക്കുന്ന അലക്സ്യൂസ് മാർ യൗസോഫ്യൂസ് തിരുമേനിയെയും ഇടവക പ്രത്യേകമായി ഓർക്കുകയാണ്. ഇടവകയെ നേതൃത്വ പാടവത്തിലേക്ക് നയിച്ച മുൻ വികാരിമാർ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ട്രസ്റ്റിമാർ, സെക്രട്ടറിമാർ, ഇവരുടെയൊക്കെയും സേവനം വളരെ വലുതാണ്. ഇടവകയുടെ ഈ പ്രവർത്തനങ്ങൾ ഈ കുവൈറ്റ് മണ്ണിൽ മനോഹരമായിട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കാരണങ്ങൾ പൊതിഞ്ഞ് ഇടവക നല്ല ഒരു ദൈവത്തിൻ്റെ സാക്ഷ്യമുള്ള ഇടവകയായിട്ട് നാൾക്കുതോറും വർദ്ധിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പരിശുദ്ധനായ ബസേലിയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിൻ്റെ സമയം കൂടിയാണല്ലോ ജനുവരി മാസം 1 മുതലുള്ള ദിവസങ്ങളിൽ. ജനുവരി 9-ാം തീയതി ഇടവക ബസേലിയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആ പിതാവിനെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുവാനും ആ പിതാവിൻ്റെ മധ്യസ്ഥയിൽ അനുഗ്രഹങ്ങളും കൃപകളും നേടിയെടുക്കുവാനും തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കരുണകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും ദീർഘസ്മാരുടെയും സ്ലീഹന്മാരുടെയും സഹോദരന്മാരുടെയും പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.